വാക്കളാരെന്ന് പറഞ്ഞ പറയുക ഞങ്ങൾ ഇവിടെ വന്നാൽ പിന്നെ വാക്കളാരും നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റിന്റെ വെട്ടം കഴിഞ്ഞ് അങ്ങ് അതിലങ്ങ് പോകും. ഈ പരിസരത്തും ഇല്ല. അതുപോലെ ഈ പറമ്പിൽ കയറി കഴിഞ്ഞാൽ ചക്ക മാങ്ങയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ മുണ്ടില്ല, അങ്ങ് പോയിക്കോളും. ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇടവസി കൂടെ വരുള്ളൂ ഈ കള്ളന്മാരെ പോലെ. എന്നിട്ട് നമ്മൾ ഈ പിച്ച് ചേർന്ന് നിൽക്കുക, പാർട്ടി നിൽക്കുക. ഇന്നാളെ തന്നെ ഇത് തട്ടി കിട്ടിച്ച പുള്ളി അങ്ങനെ വെച്ച് പോയി നാപ്പളേക്കിട്ട് ഇതിന്റെ പറവില് അവിടെ നിൽക്കുക. ഇങ്ങനെയാണ് ഇതിന് സംഭവം. ഒച്ച കേട്ടായിരുന്നു. മോൾക്ക് ഇങ്ങനെ തുമ്പിക്കൈ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ സീറ്റിനെ പുറകിൽ സീറ്റ് കെട്ടിയിട്ടുണ്ട്, അതിങ്ങനെ വലിക്കുന്ന കണ്ട്. അപ്പാണ് അമ്മയെ ആന കണ്ട് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ വഴിക്ക് പോയി. പിന്നെ അപ്പത്തിന് ബാച്ചർമാർ കുട്ടികൾ വന്ന് അവരവരെ പുറകെ പോയിട്ട് അവരവിടെ പടക്കം പൊട്ടിച്ച ഒച്ച ഇട്ടിച്ചൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ ഒന്ന് രാവിലെ അവർ വന്ന് നോക്കുമ്പോഴാണ് പോയായിരിക്കും. അങ്ങനെ ആന പോയാലോന്ന് വെച്ചിട്ട് ഈ ഓടാമ്പ് നീക്കിയതാ ഇവൻ. ഇതൊക്കെ ചവിട്ടി പൊളിച്ചിട്ടിട്ട് പാഞ്ഞു വന്നു. ഇതെവിടെ കയറി ഇവിടെയും കയറി. ഞങ്ങൾക്ക് സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട. ഒരു ചെറിയൊരു പെര, കൊച്ചു വീട്. ഈ കാടിൻ്റെ ഉള്ളിൽ കഴിച്ചില്ല. എങ്ങനെയെങ്കിലും ഈ കാടിൻ്റെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒഴിവായി കിട്ടിയിട്ടേ ആരെങ്കിലും സഹായിച്ച് കിട്ടിയാലേ ഒന്ന് മര്യാദ കിടന്ന് ഉറങ്ങാലോ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നടവയൽ ചീങ്ങോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു നടവയൽ നെയ്ക്കുപ്പ പ്രദേശത്ത് ഒരു കുള്ളൻ കൊമ്പൻ എന്ന് പറയുന്ന ഒരു കാട്ടാന. കഴിഞ്ഞ ഒരു എപ്പിസോഡ് മാത്രമല്ല, അതിന് മുന്നത്തെ എപ്പിസോഡും അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ ഒരു 3-4 എപ്പിസോഡ് അതിനെക്കുറിച്ച് ചെയ്തിരുന്നു. ഒരു കുള്ളൻ കൊമ്പൻ എന്ന് പറയുന്ന ഒരു വളരെ അക്രമ സ്വഭാവമുള്ള ഒരു കാട്ടാന, അധികം പൊക്കമൊന്നും ഇല്ലാത്ത ഒരു കാട്ടാന ആയതുകൊണ്ടാണ് അതിന് കുള്ളൻ കൊമ്പൻ എന്ന് പേര് വിട്ടത്. ഏതായാലും ആ ഒരു കാട്ടാന കാണിച്ച അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു എപ്പിസോഡുകളൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാകും. വളരെ അക്രമാസക്തമായ സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാട്ടാനയായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ വരെ കയറുന്നു, അടുക്കള പൊളിച്ച് വീടിൻ്റെ ഉള്ളിൽ കയറുന്നു, സെപ്റ്റിക് ടാങ്ക് തകർക്കുന്നു. അതുപോലെ തന്നെ പട്ടിക്കൂട്, കോഴിക്കോട്, വാഷിംഗ് മെഷീൻ, ചെടിച്ചട്ടി, പാത്രങ്ങളൊക്കെ നശിപ്പിക്കുന്നു. വളരെ അക്രമാസക്തനായിട്ടുള്ള ഒരു ആന. അതുപോലെ ആളുകളുടെ നേരെ ചെയ്യുന്നു. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഈ ഒരു നെയ്ക്കൊപ്പ പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും ആനയെ പിടിക്കണമെന്നുള്ള രീതിയിലാണ് എല്ലാ ആളുകളുടെയും ഒരു ആവശ്യം. എന്നിരുന്നാൽ പോലും ആ ഒരു കാട്ടാന ഇങ്ങനെ ഈ ഒരു നാട്ടിൽ കൂടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിലസി നടക്കുകയായിരുന്നു. പല വീടുകളിലും ഇതേ പ്രശ്നം തന്നെ സംഭവിച്ചിരുന്നു. ഏതായാലും ഇന്ന് വെളുപ്പിന്, അതായത് ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു വ്യാഴാഴ്ചയാണ്. ഇന്ന് വ്യാഴാഴ്ച രാവിലെ ഈ ഒരു കാട്ടാനയെ ചീങ്ങോട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു കുളത്തിൽ ചത്ത് കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. ഏതായാലും നമ്മളിന്ന് കാണാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഏതായാലും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു കാട്ടാനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. തെന്നി കളിക്കുന്ന ഒരു സ്ഥലമാണ്. 2-3 പ്രാവശ്യം ഇപ്പോൾ തെന്നി വീഴുന്നു കേട്ടോ. പാലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വനാതിർത്തി ഗ്രാമമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഇവിടുന്ന് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അങ്ങ് ദൂരെ ആ ഒരു പ്രദേശത്തായിട്ടാണ് കാട്ടാനയുടെ ബോഡി കിടക്കുന്നത്. ഈ ഒരു കുളത്തിലാണ് അവർ ആനയുടെ ദൃശ്യങ്ങൾ ബോഡി കിടന്നത് കേട്ടോ. ഈ കുളത്തിലായിരുന്നു കിടന്നത്. ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടുകാരാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? നളിനി. ഇത് എത്ര മണിയായപ്പോഴാ? ഇത് ഒരു 12 മണിയായപ്പോ. ഇന്ന് ഉച്ചയ്ക്കാ? ഇന്നലെ
ഇന്നലെ ഒരു 12 മണിയായപ്പോൾ മോൻ്റെ വീടിൻ്റെ അതിലേ പോയി. ഈ ഭാഗത്തൂടെ വന്നിട്ട് അവിടെ മോൻ്റെ സീറ്റ് വെട്ടിയായിരുന്നു. സീറ്റ് കെട്ടിയത് ഇളക്കുമ്പോഴാണ് മോള് അറിഞ്ഞത്. ഉച്ചക്ക് 12 മണിയായപ്പോൾ. ഇതല്ലേ വീട്, അത് അപ്പുറത്തെ വീട്. അപ്പുറത്തെ വീട്, അത് അപ്പുറത്തെ വീടുണ്ട് മോന്റെ വീട്. അപ്പൊ അവിടെ വന്നപ്പോ മോള് പറയുന്നേ, അമ്മ ആന വന്നിട്ടുണ്ട്, പിന്നെ മോന് വിളിച്ച് പറഞ്ഞ് ആന വന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങളെല്ലാവരും അകത്ത് കൂടി, മോള് അകത്ത് കൂടിയിട്ട് അകത്ത് ഒച്ച കേട്ടപ്പോ നോക്കുമ്പോണ്ടായിരുന്നു ആന പിന്നെ സീറ്റ് ഇതാക്കുന്നുണ്ടായിരുന്നു, സീറ്റ് കെട്ടിയത്. അപ്പൊ അമ്മ ഇവിടെ ആനയാണ്, പിന്നെ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പോർച്ചുകാർ പിള്ളേർ ബാച്ചർമാരുണ്ട് താഴെ, അവര് വന്നിട്ട് പറഞ്ഞ് പിന്നെ വന്ന് നോക്കിയപ്പോൾ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ വശം പോയിട്ട് കൊല്ലിയിൽ പോയി എത്തി. അവിടുന്ന് പിന്നെ അവര് പിന്നെ ഓടിച്ചങ്ങോട്ട് മുകളിൽ കയറ്റി വിട്ടു. പിന്നെ രാത്രിക്ക് എപ്പോഴാണെന്ന് അറിയില്ല വന്ന് വീണത്. രാവിലെ അവർ വന്ന് നോക്കുമ്പോഴാണ് സംഗതി പിന്നെ കാണുന്നത്. അങ്ങനെ പോർച്ചുകാർ തന്നെയാണ് ആദ്യം കണ്ടത്. പോർച്ചുകാർ തന്നെ ആദ്യം കണ്ടത്. ഇത് കുറേ ദിവസമായിട്ട് നെയ്ക്കുപ്പ ഭാഗത്തൊക്കെ അങ്ങോട്ട് ഭയങ്കര പ്രശ്നം. വീട്ടിൽ കൂടെ പോയിട്ട് പോലും പിന്നെ ഉള്ളിലൊക്കെ കയറി സോപ്പ് എടുക്കലും സോപ്പ് തീറ്റയും പിന്നെ ഇതിന്റെ പിന്നെ പട്ടിക്കൂടൊക്കെ പൊട്ടിച്ചോ, കോഴിക്കൂടും പിന്നെ ഇതെല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് പോലും. അപ്പൊ അങ്ങനെ ആണ് അവസാനം ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിങ്ങനെ ആകാനുള്ള അത് തന്നെ കുറച്ചൊരു സമാധാനമായി. എന്താ പറയാ, മറ്റേ കാട്ടിലുള്ളവർ ജീവിക്കണ്ടേ മോനെ. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചീങ്ങോട്. ഇതിന്റെ പുറകിലാണ് വന്നിട്ട് പിന്നെ അവിടുത്തെ പിന്നെ ചക്കന്റെ കുരുവൊക്കെ തിന്നിട്ട് ഈ വീടിന്റെ പുറകില് ഈ വീടിന്റെ പുറകില് അവിടെ തൊട്ടടുത്ത് തന്നെ മോള് അവിടെ അകത്ത് നിന്നപ്പോ ഞങ്ങള് പിന്നെ അങ്ങനെ പറഞ്ഞ് പുറത്തിറങ്ങേണ്ട, ആന വന്നിട്ടുണ്ട് അതിലേന്ന് പറഞ്ഞു മോന് വിളിച്ചു പറഞ്ഞു. എത്ര വീട്ടുകാരുണ്ട്? ഞങ്ങളിവിടെ മോനും ഞങ്ങള് അത്രേ ഉള്ളൂ. പിന്നെ അനിയന് ഇപ്പൊ കുളം കണ്ടില്ലേ, അത് അനിയന് അനിയത്തി. പിന്നെ പട്ടായുള്ള സ്ഥലം. പട്ടായുള്ള എന്ന് വെച്ചാല് കൈവക സർട്ടിഫിക്കറ്റ് പിന്നെ പോർച്ചുകാർ തന്നത്, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ പണിയെടുക്കാം, കൃഷി എടുക്കാം, കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പുറത്തോട്ട് കാടിന്റെ അപ്പുറം പോർഷ. ഇവിടെ കണ്ടിട്ടില്ലേ, കുറച്ചിന്റെ അപ്പുറം ഫോറസ്റ്റ്. ഇത് ഇങ്ങോട്ട് ഞങ്ങൾക്ക് കൈവക സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അങ്ങനെ പിന്നെ ഉള്ള വരെ ജീവിക്കാം, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇപ്പൊ ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോക്കൊക്കെ വലിയ ഭയങ്കര ബുദ്ധിമുട്ടാ മോനെ. ഭയങ്കര ബുദ്ധിമുട്ടാ പോകാൻ. ഒരു പാലം പോലും. ഞങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാ? ഞങ്ങളിവിടെ ഇപ്പം പിന്നെ കാരണൂറുള്ളപ്പോ തന്നെ ഒരു 19 വർഷമായിട്ടാണ് ഞങ്ങൾ തന്നെ ഇപ്പൊ വന്നിട്ട് ഇവിടെ 10-40. നേരിട്ട് കണ്ടായിരുന്നല്ലേ ആനെ? നേരിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഇങ്ങനെ കാട്ടുകൂടെ ഇങ്ങനെ പോയ ഇതില് കാൽപ്പാട് കണ്ടപ്പോഴാണ് നോക്കുന്നത്. ഒച്ച കേട്ടായിരുന്നു. മോൾക്ക് ഇങ്ങനെ തുമ്പിക്കൈ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ സീറ്റിനെ പുറകിൽ സീറ്റ് കെട്ടിയിട്ടുണ്ട്, അതിങ്ങനെ വലിക്കുന്ന കണ്ട്. അപ്പാണ് അമ്മയെ ആന കണ്ട് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ വഴിക്ക് പോയി. പിന്നെ അപ്പത്തിന് ബാച്ചർമാർ കുട്ടികൾ വന്ന് അവരവരെ പുറകെ പോയിട്ട് അവരവിടെ പടക്കം പൊട്ടിച്ച ഒച്ച ഇട്ടിച്ചൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ ഒന്ന് രാവിലെ അവർ വന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് കുടുങ്ങി പോയായിരിക്കും. അങ്ങനെ ചത്തതാ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ വീടിൻ്റെ പുറകുവശത്താണ് കാട്ടാന ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ വന്നതെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അതിനുശേഷം ആനയെ ഫോറസ്റ്റുകാരെത്തി അങ്ങോട്ട് ഈ ഒരു താപ്പിക്കാടിൻ്റെ അങ്ങോട്ട് തുരത്തി വിട്ടു. അതിനുശേഷമാണ് ആന നടന്നിങ്ങനെ വട്ടം കറങ്ങി ഇന്ന് രാവിലെ ആയപ്പോൾ ഈ ഒരു വയലിൻ്റെ അങ്ങേ സൈഡിലെ കുളത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അധികം ദൂരമൊന്നുമില്ല. അതായത് ഇവിടെ തന്നെയാണ് ആന ചത്ത രീതിയിൽ കുളത്തിൽ കിടക്കുന്നത് കണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ഒരു വീട് ഇതാണ്. ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ വന്നത്. ഈ കാണുന്ന ഈ ഒരു വയലിലാണ് സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ. പോസ്റ്റ്മോർട്ടം പ്രൊസീജിയറൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്കും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് നമുക്കധികം
നേരെ അവിടെ നിൽക്കാനായിട്ട് സാധിച്ചില്ല. ഏതായാലും നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വനാതിർത്തി പ്രദേശമാണ്. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്. ഈ കാണുന്ന ഫോറസ്റ്റാണ്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഏർമാടവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലാവും. രാത്രി ഈ ഒരു പാടത്തിലെ കൃഷിയും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് ഏർമാടം കെട്ടിയിരിക്കുന്നതാണ്. അപ്പം നമ്മളേതായാലും കാട്ടാന അവിടെ കിടക്കുന്ന അല്ലെങ്കിൽ ആ കുളത്തിൽ കിടക്കുന്ന വിഷ്വൽ കണ്ടു. അതിന് തൊട്ടടുത്തുള്ള ആളുകൾ സംസാരിക്കുന്ന കേട്ടു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ശാരദ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരാണ് ഏറ്റവും അവസാനം ഈ ഒരു കാട്ടാനയെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടത്. നമ്മൾ ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തൊരു ദയവ് ചെയ്തൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വീട്ടിൽ എന്തൊക്കെ അക്രമങ്ങളാണ് ഈ ഒരു കാട്ടാന കാട്ടിക്കൂട്ടിയതെന്ന്. അവർ സെപ്റ്റി ടാങ്ക് തകർത്തു, അവർ വീടിൻ്റെ ഉള്ളിൽ കയറി പാത്രങ്ങൾ നശിപ്പിച്ചു. അതുപോലെ തന്നെ അവരെ കൊല്ലാനായിട്ട് വാതിൽ തള്ളിപ്പിടിക്കുന്നു. അത് മൽപ്പിടുത്തം വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആനയായിട്ട്. ഒരു പോത്തിൻ്റെ വലുപ്പം മാത്രമല്ല, നമ്മൾ ആ വിഷ്വലിൽ കണ്ടാണ്. വളരെ ചെറിയൊരു ആനയാണ്. ഇങ്ങനെയാണ് അന്നത്തെ ദിവസം സംഭവിച്ചത്. നമ്മൾ ആ വീഡിയോ ഇട്ടിരുന്നു. ഒത്തിരി അധികം ആളുകൾ ആ വീഡിയോ കണ്ടിരുന്നു. അതിനകത്തൊക്കെ ഒത്തിരി ആളുകൾ ആ ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കണ്ടുകൊണ്ട് അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ആ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും നമ്മൾ ആ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അവരോടും ചോദിക്കാം അവരുടെ ഒരു റിയാക്ഷൻ എന്താണ് എന്നുള്ളത്. കാരണം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാർ എന്ന നിലയ്ക്ക് അവരുടെ ഒരു റിയാക്ഷൻ കൂടെ ഒന്ന് അറിയണമെന്നുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഒരു വീട്ടിലായിരുന്നു ആ ഒരു സംഭവം നടന്നത്. വനത്തിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണിതും. ഇവരുടെ വീടിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ അവരുടെ അവസ്ഥയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ചേട്ടനെ കണ്ടില്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ ചേട്ടനും ഇവിടെ ഉണ്ട്. ചേച്ചി, ഹലോ. എന്താണ് ഇപ്പോൾ ഒരാന ചത്തു പോയിരിക്കുകയാണ്. എന്താണ് ഒരു സമാധാനമായോ കുറച്ചൊക്കെ? എനിക്ക് മിഞ്ഞാന്ന് വെച്ചിട്ട് പേടിയുണ്ടായിരുന്നു ആന വന്നപ്പോ. പിന്നെ ഇന്നലെ ഞാൻ കേട്ടു ഇങ്ങനെ മരിച്ചുപോയി എന്ന്. പക്ഷെ ഇന്നാ ഞാൻ കേട്ടെ. അതുകൊണ്ട് പിന്നെ മിനിഞ്ഞാന്ന് ഇവിടെ വന്നേ. അപ്പൊ ഇന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ. അതുകൊണ്ട് പേടി കുറച്ച് കുറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമൊക്കെ നിങ്ങൾ പേടിച്ചിരുന്നു. എനിക്ക് ആകെ ഒരു ഭയങ്കര വിപ്ലവമായിരുന്നു. കിടന്നുറങ്ങാൻ പറ്റില്ല, ഇരുന്ന് നേരം വെളുപ്പിക്കായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകെ പേടിയായിരുന്നു. പിന്നെ ചത്തുന്ന് കേട്ടപ്പോൾ ഇച്ചിരി ഒരു ആശ്വാസമുണ്ട്. പിന്നെ എന്നാലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പല അപേക്ഷയും കൊടുത്തതാണ്. എനിക്ക് കുറേ കയറി ഇറങ്ങിയാണ്. എനിക്കൊരു കിടപ്പാടെങ്കിലും ശരിയാക്കി തരണം. ഞാൻ എന്താ അപേക്ഷ എന്തായാലും അതൊന്നും എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് കഴിച്ചിലാണ്, അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ വന്നിട്ട് 30 വർഷമായി. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യമായിട്ട് സംഭവം. പിന്നെ ഇവിടെ അടുത്തു കൂടി വന്നാലും പിന്നെ ഇത്രയും ശല്യമില്ല. ഇപ്പം ഇതാണ് ഏറ്റവും ശല്യമായിരുന്നു. അത് ഒരു ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക്. ആകെ ഒരു ടെൻഷനായി. ഇന്ന് വരെ ഞങ്ങൾക്ക് അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ഈ വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ടെൻഷൻ. പിന്നെ ഞാനൊരു രോഗിയാണ്, ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്. ICUലൊക്കെ കിടന്നു വന്നത്. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആകെ ഒരു ഇതായിപ്പോയി. പിന്നെ ഞാൻ ഇത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കൊരു കൊച്ചു വീട് വേണം. ഇവിടെ നിന്ന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. 2 പെൺകുട്ടികളാണ്. കല്യാണം കഴിച്ചു കൊടുത്തു. അവർ വലിയ നിലയൊന്നുമല്ല, ചെറുതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനും പറ്റില്ല. ഇന്നത് തരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരത്ര സാമ്പത്തികമൊന്നും ഇല്ലാത്തവരാണ്. ഏതായാലും ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ചേട്ടനോട് അന്ന് സംസാരിച്ചില്ലായിരുന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഗംഗാധരൻ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, ആശുപത്രി പോയതായിരുന്നു. ആശുപത്രി പോയെന്ന് പറഞ്ഞാൽ ആദ്യം പറയാം. ഇത് ആന ആദ്യ ദിവസം വന്നു. ആദ്യ ദിവസം വന്ന് ടാങ്ക് പൊട്ടിച്ചു. എറവസന്റെ പിന്നെ കക്കോസ് പൊട്ടിച്ചു ഇതാക്കി. ഒരു ടാങ്ക് പട്ട കളഞ്ഞു. 2 കുഴി എനിക്കുള്ളത്. അപ്പൊ ഒരു കുഴി പട്ട തകർത്തു. പിന്നെ ബാത്റൂമിന്റെ കുറവാ സീറ്റാ, ഇതുപോലത്തെ സാറ്റാ ഇത്. ഒരു കങ്ങു വീണിന്റെ കഴിഞ്ഞ പൊട്ടിച്ച് എനിക്ക് കൂടി ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ സീറ്റ് വെച്ച് കെട്ടിയേക്കുന്ന അതിന്റെ പകുതിയും കളഞ്ഞു. പിന്നെ അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊച്ച് കളഞ്ഞു. അപ്പൊ ഞങ്ങൾ കാറി കൂടി എങ്ങനെയൊക്കെ വന്ന് അത് പോയി. പിന്നെയാണ് അത് കഴിഞ്ഞ് 2ാം പക്കം വരുന്നത്. 2ാം പക്കം വരുന്ന ആനയാണ് ഇവിടെ വന്ന് തകർത്തിട്ട് ഇവിടെ വന്ന് നിൽക്കായിരുന്നു. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എന്താക്കി, പുള്ളിക്കാർത്തി പിന്നെ ആന പോയിന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അപ്പൊ പുള്ളിക്കാരൻ അവിടെ പതുങ്ങി നിൽക്കുക. ഇവിടെ ഓടിച്ച് ഇതാക്കി കയറിയപ്പോൾ ഞാൻ ഓടാൻ വേണ്ടി ഓടിക്കറി ഞങ്ങൾ ഓടിക്കറി കഴിഞ്ഞ് എന്താക്കി, ഞങ്ങൾ കഥ കുത്തിയിട്ടു. കഥ കുത്തി കളിച്ചു. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊന്നുണ്ട്. 24 മണിക്കൂർ രാത്രി ഫുള്ള് നേരം പുറത്തെ ലൈറ്റും മുമ്പശത്തെ ലൈറ്റും കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ മെല്ലെ ജനലപ്പടി തുറന്നു നോക്കിയപ്പോൾ ആന അവിടെ ഇരിക്കുന്നുണ്ട്. ആ ചാക്കില്ലേ അതിൻ്റെ താഴെ എത്തിപ്പോയി. അവിടെ എത്തി. അങ്ങനെ എന്താ പോയി ഞാൻ എന്താക്കി, ആന പോയല്ലോ വെച്ചിട്ട് ഈ ഓടാൻ നീക്കിയതാ.
ഇവൻ ഇതൊക്കെ ചവിട്ടി പൊളിച്ചിട്ടിട്ട് പാഞ്ഞു വന്നു ഇതെവിടെ കയറി ഇവിടെയും കയറി അവിടെയൊക്കെ പിറ്റേ ദിവസം വന്ന് കണ്ടായിരുന്നത് കുറച്ചൊക്കെ വന്നിട്ട് ഉള്ളിലേക്ക് കയറാൻ നോക്കി. അപ്പൊ മോളുണ്ടാക്കി എന്റെ ഈ മുണ്ട് പിടിച്ച് ഇങ്ങനെ കെട്ടിനെ പിടിച്ച് വലിച്ച് അങ്ങ് അകത്തേക്കാക്കി. ആ പോക്ക് ഞാൻ എന്തൊക്കെ പോയി ഈ മുട്ട് പോയിട്ട് ഒറ്റ ഇടി ഭിത്തിയിൽ. അതിപ്പോ അതിന്റെ മരുന്ന് കഴിക്കലും ഞാൻ ഇത് വായിക്കട്ടെ അതായത് പഠിക്കുന്നത് പോത്തായി. അപ്പൊ അങ്ങനെ സംഭവം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ അറിയാം, ഇന്നലെയും മഞ്ഞൊക്കെ ഞങ്ങളെന്ന് വെച്ചാൽ ഈ പാട്ട സീറ്റില്ലേ, പാട്ട സീറ്റ് കരോഷം പാവലിലാണ് വെക്കുക, ഈ മുമ്പശം വെക്കും. എന്തിനാ വെച്ചാൽ ഇത് വല്ല തള്ളിങ്ങനെ അപ്പൊ അവര് പോർച്ചുഗൽ പറഞ്ഞു വെച്ചാൽ 2 നമ്പർ വന്നിട്ടുണ്ട്. അവര് ഇപ്പൊ വിളിച്ചാൽ മതി ചെക്കോസ് വരും എന്നൊക്കെ പറയും. അപ്പോഴേക്ക് വല്ല കഥക്കും തള്ളിപ്പൊളിച്ചെങ്കിലോ പുറത്തിറങ്ങേണ്ട പറഞ്ഞു, പുറത്തിറങ്ങണ്ട ഞങ്ങളെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ വന്നതിന്റെ പിറ്റേ ദിവസം 2 ആൾ വന്നു, 2-3 ആളൊക്കെ വന്നല്ലാണ്ട് ഇന്നലെ പെരും മഴ. ഈ വർഷത്തേക്ക് ഒരാളും വന്നില്ല. ഇന്നലെ ഒറ്റ കുട്ടി ഇന്നലെ വന്നില്ല. ഇന്നലെയാണ് ഞാൻ കൂടുതൽ പേടി. ഇന്നലെ പെരും മഴയല്ലേ, ഈ വർഷത്തേക്ക് ആരും വന്നില്ല. വന്നായിരുന്നു വന്നില്ല, ഈ വന്നില്ല. പിന്നെ കാട്ടിൽ എവിടെ പൊളിക്കാം, അത് പറ്റാനിയാ. അത് വലിയ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറയല്ലേ സംഭവം നടന്നേക്കുന്നത്? ഇവിടെ 4 മീറ്റർ ഉണ്ടാവും. അയിനമല പറഞ്ഞ സ്ഥലത്താണല്ലോ. അപ്പൊ നമ്മളെ പേരൂരിന്റെ അപ്പുറത്താ ചീങ്ങോട് അതിൻ്റെ അടുത്ത് തന്നെ. അപ്പൊ ഞാൻ പുള്ളിക്കാരന് പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങൾ വെച്ചാൽ എനിക്ക് ഒന്നാമത്തെ ഇവിടെ എന്റെ പേരിൽ സ്ഥലമില്ല. ഇതൊക്കെ അനിയന്റെ പേരിൽ ഇങ്ങനെ അനിയന്റെ ഇത് കൂട്ടുപട്ടയാണ് കിടക്കുന്നത്. അപ്പൊ ഈ വയലൊക്കെ അവരെടുത്തോണ്ടാ. അപ്പൊ ഈ വയലൊക്കെ എല്ലാം കൃഷി എടുത്തോണ്ട് അവനാ. അപ്പൊ ഞാൻ പുള്ളിങ്ങളോട് എന്റെ ഒരു 10 സെന്റ് സ്ഥലം ഇങ്ങനെ ഈ സ്ഥലത്ത് എങ്ങനെ എന്റെ പേരിലാക്കി താഴെ നോക്കുമ്പോൾ അപ്പം കുറെ കാലം കൃഷി ചെയ്ത് ഇപ്പൊ 40 വർഷമായിട്ട് 10-30-40 വർഷമായിട്ട് നീതി അടക്കില്ല. അപ്പൊ അവൻ പറയുന്നത് അറിയോ, അവനെല്ലാം സൗകര്യമുണ്ട്. അപ്പോൾ അവൻ നന്നായിക്കോട്ടെ. ആ പുള്ളി പറയുന്നത് എനിക്ക് നീതി അടയ്ക്കാനും പിടിച്ച് ഇനി അടയ്ക്കാനും പറ്റില്ല, എനിക്ക് സ്ഥലവും വേണ്ട. അങ്ങനെയാണ് ഈ കാട് കയറി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പല അപേക്ഷ കൊടുക്കുമ്പോൾ എന്ത് പറയും, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം. ഇന്നാൾ ആദ്യത്തെ ദിവസം വന്നു പറഞ്ഞില്ലേ, ആദ്യ ദിവസം വന്ന ദിവസം കക്കോസൊക്കെ പൊടിച്ചില്ല, അടുക്കള കയറി പറഞ്ഞില്ലേ, അതിൻ്റെ ഏതൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിഞ്ഞ് പഞ്ചായത്ത് കൊടുത്തപ്പോൾ അവർ പറയുന്നല്ലോ, ഈ ആന നീതി ഷീട്ട് നോക്കിയിട്ടാണ് ആന വീട്ടിൽ വരുന്നത്. അവർ പറഞ്ഞു അതിന് നീതി ഷീട്ട് കൊടുക്കണം. ഈ സ്ഥലമില്ലാത്ത തന്നെ ഇവിടുത്തെ നീതി ഷീട്ട് കൊടുക്കുക. ഈ ആനക്കറിയാം നീതി ഷീട്ട് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ റേഷൻ കാർഡ് മെമ്പറെ കൊടുക്കാന്ന് പറഞ്ഞു, മെമ്പറെ കൊടുത്തു. അവർ തിരിച്ച് എന്നോട് പറയുന്നു, ചേട്ടാ ഇങ്ങനെ അവർ പറയുന്നു. ഞാൻ പറഞ്ഞു പോട്ടെ പിന്നെ ഇതാക്കാം. അങ്ങനെ 3-4 ദിവസമായി ഏത് ടാങ്ക് പൊടിച്ചിട്ട്. ഇപ്പോഴും ടാങ്ക് അങ്ങനെ തന്നെ ഇല്ല, ഞാൻ ഇന്ന് മൂടി. അത് മൂടി വെച്ചാൽ എന്താ നിങ്ങൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എന്തറിയോ മൂടിയതിന്റെ കാരണം വെച്ചാൽ സ്മെല്ല് വരാൻ തുടങ്ങി. ഇതാ 2 കുഴിയാണ്. ഒന്നാ പൂച്ച നിൽക്കുന്ന കുഴി, ഇതാ ഞാൻ ഇന്ന് പല സാധനം കിട്ടി കവുങ്ങ് വെട്ടി മൂടി. സ്മെല്ല് വരാൻ തുടങ്ങി. പിന്നെ കൊതുക് എന്ന് പറഞ്ഞു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ഇല്ല, ഇത് പിന്നെ ചെളി അതിനകത്ത് ഇറങ്ങിയല്ലേ? ഇല്ലില്ല, അതിന്റെ വഴിയിൽ ഞാൻ ചാക്കും അത് ഇതൊക്കെ ഇട്ടിട്ട് മുകളിൽ ഇത് വെച്ചു, കവുങ്ങൊക്കെ വെച്ച് വെട്ടി നിറച്ചിട്ട് അതിന്റെ മുകളിലാണ് മണ്ണിട്ടേക്കുന്നത്. ഇതൊക്കെ വിരിച്ചിട്ട് ചാക്കൊക്കെ പ്ലാസ്റ്റൊക്കെ വിരിച്ചു. ഒരു സെപ്റ്റി ടാങ്കിന്റെ ഇത് വാർക്കാൻ എത്ര രൂപ ചെലവ് വരും? അത് ഇപ്പൊ സിമെന്റ് മണൽ ഇത്ര ചെറുതല്ലേ, ഇത് അധികം പൈസ ഒന്നും വരില്ല. മണലിന് 10,000-4,000 റുപ്യ കൊണ്ടൊക്കെ തീരും. ഓ അതിന്റെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അതിന് നീതി ഷീട്ട് വേണം. ഈ ആനക്കറിയോ ഇവന്റെ കക്കോസ് പൊട്ടിച്ചാൽ നീതി ഷീട്ട് വേണം എന്നുള്ള ആനക്കറിയോ? എനിക്ക് സ്ഥലമില്ലാത്ത ആരോ നീതി ഷീട്ട് തരിക? ഇപ്പൊ ഇങ്ങനെയാണ്. അതിന്റെ ഞാൻ ഇന്ന് കാണിച്ചു വെച്ചത് ഇങ്ങനെ താൽക്കാലികമായിട്ട് അടച്ചു വെച്ചേക്കാം. അപ്പൊ ഇത് താഴെ ഒന്നും പോകില്ല. ഇതിന്റെ മുകളിൽ ഞാൻ പിന്നെ ആന വന്നാൽ അതിനകത്ത് പോകും. ആന വന്ന ആനടക്കം പോകും. എന്നറിയോ, ആനയ്ക്ക് ഇങ്ങനെ എളുപ്പമാണ്. ആന എനിക്ക് ടാങ്കല്ലല്ലോ. എനിക്കിപ്പോ പേടി എന്താണെന്ന് നിങ്ങൾ പറയാലോ. ഇതേപോലത്തെ ഒരു കാരണം വെയിറ്റ് ഇല്ലാത്തത് ഒരു വർഷം കൂടെ ആയതാണ്. അതിന്റെ അപ്പുറത്തുള്ളൂ അതായത് ഉപയോഗിക്കുന്നത്. അത് പോയാൽ തീർന്നു. അപ്പൊ അവര് പറയുന്നത് ഇത് ശരിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ നീതി ഷീട്ട് പോകണം. ഞാൻ എവിടെ ഉണ്ടാക്കി കൊടുക്കാൻ അന്ന് പറഞ്ഞ വാക്കൊക്കെ വെറുതെയായി. അപ്പോൾ ഇതൊക്കെ തന്നെ അവർ ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ, അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാൻ പിടിച്ചതാണ്. ഇപ്പോൾ പോയത് തന്നെ ഇനി എന്താകുന്നോ ഏതൊന്നും ആർക്കറിയാം. ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം എല്ലാവരും ഉണ്ടാവും അല്ലേ? അന്ന് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യ ദിവസം ആരും വന്നില്ലായിരുന്നു. ഇതൊക്കെ ഇതായത് ടാങ്ക് പൊടി ദിവസം. ഇത് വീണ ദിവസം ഇവിടെ ഒരു പുതിയ മെമ്പർ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ്, പഴയ സെക്രട്ടറി, ഇവിടെ വരാത്തവരാരുമില്ല. വൈകുന്നേരം വരെ ആൾക്കാരാണ്. കഞ്ഞാൻ തൊട്ട് ഒറ്റ കുട്ടി ഇവിടെ ഇല്ല. അവൻ ചത്തുവോ ഇനി ആന വന്നോ ആരുമില്ല. ഈ കാടുമാര് വരെ ഒന്ന് വിളിച്ചു ചോദിക്കണ്ടേ. മെഞ്ഞാന്ന് എൻ്റെ മോള് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഒരു പെണ്ണുള്ള പിന്നെ ഗാർഡ എടുത്തത്. ഇവള് പറഞ്ഞു ഇനിയും ആന വന്നു കഴിഞ്ഞാൽ ഞാനും മക്കളും അച്ഛനും കൂടി വന്ന് ചെക്കോസ് അവിടെ കിടക്കും. ഞങ്ങളൊന്ന് കിടക്കും. ഞങ്ങൾ നിങ്ങൾ എന്ത് ശരിയാക്കി തരാതെ. ഇതിപ്പോ എല്ലാം എന്തെങ്കിലും വെച്ചാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ സാധനം. പിന്നെ ഈ നീതി ഷീട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനും. പിന്നെ കുറെ ആൾക്കാരെ കഴിഞ്ഞ ദിവസം ഞാനിത് വീഡിയോ എടുത്ത് ഇട്ടായിരുന്നല്ലോ. അപ്പൊ ഒത്തിരി ആൾക്കാര് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആളുകള് നിങ്ങൾ സഹായിക്കാനായിട്ട്. അപ്പൊ ഏതായാലും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തന്നേരെ ഞാൻ ഏതായാലും ഇതിന്റെ അടിയിൽ അത് കൊടുത്തേക്കാം. ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ആയിട്ടാണ്. ഗൂഗിൾ പേ ഉണ്ടോ? ഇല്ല.
ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ആ ചെറിയ പോണം രണ്ടാമത്. അപ്പോൾ അക്കൗണ്ട് നമ്പർ തന്നാൽ മതി. അപ്പോൾ ഏതായാലും നിങ്ങൾ രാവിലെ എപ്പോഴാണ് ഈ വാർത്ത ഇറങ്ങിയ? ഇപ്പം ഇന്ന് ആനേൻ്റെയാ ഞങ്ങൾ രാവിലെ ആണെന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് വിളിച്ച് പറയുന്നത് നടവില്ല ബേക്കറി ഉള്ളവർ അങ്ങനെ വിളിച്ച് പറയുന്നത് ഒരു 10-11 മണിയായിക്കണം. അപ്പോഴാണ് വിളിച്ച് പറയുന്നത്. എന്തായാലും ഒരു സമാധാനമായില്ലേ സത്യം? പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിലെ പുള്ളിക്കത്തി അങ്ങനെ എന്തെങ്കിലും പോയപ്പോൾ പുള്ളിയും പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ഇതിപ്പോ ഒന്ന് ബാക്കിയുള്ള ആനകളെ പോലെ അല്ലായിരുന്നല്ലോ. പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ വന്ന പിന്നെ ബാക്കിയുള്ള നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റിന്റെ വെട്ടം കഴിഞ്ഞ് അതിലങ്ങ് പോകും, ഈ പരിസരത്തിൽ വരില്ല. അതുപോലെ ഈ പറമ്പിൽ കയറി കഴിഞ്ഞാൽ ചക്ക മാങ്ങയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുണ്ടില്ല, അങ്ങ് പോയിക്കോളും. ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇറവസി കൂടെ വരുള്ളൂ ഈ കള്ളന്മാരെ പോലെ. എന്നിട്ട് നമ്മൾ ഈ പിച്ച് ചേർന്ന് നിൽക്കുക, പാർട്ടി നിൽക്കുക. ഇന്നാളെ തന്നെ ഇത് തട്ടി കിട്ടിയിട്ട് പുള്ളി ഞങ്ങൾ വെച്ച് പോയി നാപ്പളേക്കിട്ട് ഇതിന്റെ പറവില് അവിടെ നിൽക്കുക. ഇങ്ങനെയാണ് ഇതിന് സംഭവം. പേടിച്ച് തന്നെയാണ് കുറച്ച് ദിവസം നിങ്ങൾ ജീവിച്ചത്. അപ്പോൾ പറയണം, ഇന്നലെയും ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പകൽ അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ കൂടുതൽ വേറെ ഉണ്ടോ ഇതുണ്ടോ അത് തന്നെയാണ് എന്നാൽ ചത്തു പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വല്ല കമ്പനിക്കാർ ഇതിന്റെ കൂടുതൽ ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും ഞങ്ങൾ കിടക്കുമ്പോൾ ഇവിടെ ഒരു ഇത് ആനയെ ശരിക്കും കണ്ടല്ലേ? ഇതാ ഇങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് അല്ല ഞാൻ ചോദിച്ചേ, ഞാൻ അതിന്റെ പടം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂല. കാണും. ഇവിടെ ഒരു കാല് ഇവിടെ അങ്ങനെ സമയത്താണ് ഞാൻ ഈ ജനലെക്കൂടി തുറന്നു നോക്കിയപ്പോൾ ശരിക്കും ആനയെ കണ്ടു. കണ്ടു ഞാൻ 2 പ്രാവശ്യം കണ്ടു. പൊക്കം ഉണ്ടായിരുന്നതിന് ആന കൂടി വന്നു ഒരു ഇത്ര പൊക്കം കണ്ടായിരുന്നു. ഈ ബസ് നല്ല തടിയാ. ഈ തലയൊക്കെ എലിയിലെ പല വണ്ണമുള്ളൂ. അതന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നറിയോ, ഞങ്ങൾക്ക് സ്ഥലവും വേണ്ട ഒന്നും വേണ്ട, ഒരു ചെറിയൊരു പെര, കൊച്ചു വീട്. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചില്ല എങ്ങനെയെങ്കിലും ഈ കാടിൻ്റെ ഈ പോർഷൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയിട്ടേ ആരെങ്കിലും സഹായിച്ച് കിട്ടിയാലേ ഒന്ന് മര്യാദ കിടന്ന് ഉറങ്ങാലോ. ഇതിപ്പോൾ ഞങ്ങൾ വീട് ഇന്നും ഞെട്ടൽ മാറിയില്ല. ഇതിപ്പോൾ പോയോ ഇനി വേറെ ഇതിൻ്റെ കൂടുതലുണ്ടോ ഇനിയിപ്പോൾ പറയാം. ഈ ഇതുപോലത്തെ പെരയൊക്കെ ചവിട്ടി ചകത്തി കയറാൻ വലിയ പടിയുണ്ടോ? അപ്പോൾ ആരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് രക്ഷിച്ച് എവിടെയെങ്കിലും സ്ഥലത്ത് ഒരു കൊച്ചു പെരയും. ഇനിയിപ്പോൾ വയസ്സായി, എനിക്കാണെങ്കിൽ 61 വയസ്സായി, എനിക്കും സുഖമല്ല. ഞാൻ ഈ പിന്നെ ഒന്ന് മരുന്നൊക്കെ വീണ് കുറേ പരിക്കൊക്കെ ആയി. ഇപ്പോൾ മെല്ലയൊക്കെ ഇടയ്ക്കൊക്കെ പണിക്ക് പോകുന്നുള്ളൂ. ഇവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ആർട്ടിൻ്റെ ആയിട്ട് കൽപ്പറ്റ മിംസിലായിരുന്നു, ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെ കാണാം. ഞാൻ ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും നല്ല മനസ്സിലുള്ള ആൾക്കാർ തരുമോ നോക്കാം. ആയിക്കോട്ടെ, ശരി കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളേതായാലും ശാരദ ചേച്ചിയുടെയും ഗംഗാധരൻ ചേട്ടൻ്റെയും വീട്ടിൽ വന്നു. നമ്മൾ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ അടുത്ത് വന്ന് ഇവരോടൊന്ന് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം മാത്രമല്ല കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ ആളുകൾ ഇവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അവരോട് നേരിട്ട് അവരുടെ അടുത്ത് നിന്ന് തന്നെ അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഏതായാലും അക്കൗണ്ട് നമ്പർ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അത് ഈ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ഇല്ല അവർക്ക്. അപ്പോൾ ആർക്കെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുവാണെങ്കിൽ അവർക്ക് തൽക്കാലം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ സെപ്റ്റി ടാങ്കും കാര്യങ്ങളൊക്കെ ഒരു 4000 രൂപ 5000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. അവരിപ്പോൾ അത് ചെളി വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നും കേട്ടോ. കാരണം വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഈ സെപ്റ്റി ടാങ്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംഭവിക്കാമെന്ന് പറയുമ്പോൾ വലിയൊരു കഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മനസ്സുണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കാനായിട്ട് മടിക്കരുത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അടിയിൽ കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു അക്കൗണ്ട് നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രദേശത്തുള്ള നെയ്ക്കുപ്പ ഭാഗത്തുള്ള ആളുകളുടെയൊക്കെ ഉറക്കം കെടുത്തിയിരുന്ന കുള്ളൻ കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന ഇപ്പോൾ ചത്തുപോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് ഉറക്കമില്ലാതിരുന്ന ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു ചെറിയൊരു സമാധാനമായി എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഇപ്പോൾ നമ്മൾ ചത്തകുഞ്ഞിൻ്റെ ജാതകം അന്വേഷിക്കേണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ ആനയുടെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി അന്വേഷിക്കാൻ പോകുന്നില്ല. ഏതായാലും നമുക്ക് ആളുകളുടെ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അവരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. ജനങ്ങൾ മനുഷ്യർ ഈ ഒരു കാട്ടുമൃഗങ്ങളെയും കൊണ്ട് നേരിടുന്ന വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.